മുട്ടേ മുട്ട് എന്താ മുട്ടിനെന്നല്ലേ, മുട്ടുവേദന. ഭയങ്കര മുട്ടുവേദനയായിരുന്നു. ഞാൻ വളരെ ഭാരപ്പെട്ടു. ഞാൻ വീഡിയോ ചെയ്തിട്ട് തന്നെ ഏകദേശം 3 മാസമായി. എനിക്ക് നല്ല മുട്ടുവേദനയായിരുന്നു. മുട്ടിൻ്റെ കാലുകൾക്കൊരു ചെറിയ വളവ് തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ 14 വർഷമായിട്ട് മുട്ടുവേദനയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്ന അലോപ്പതി, ഹോമിയോപ്പതി, അങ്ങനെ എല്ലാ ആയുർവേദം ഇതെല്ലാം ചെയ്തെങ്കിലും ഒന്നിനും ഒരു പൂർണ്ണമായ ഒരു വേദനയ്ക്ക് മാറ്റം വരാഞ്ഞതുകൊണ്ട് അവസാനം സർജറിയിലേക്ക് പോയി. സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് സർജറി, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പലർക്കും അറിയാൻ താല്പര്യമുണ്ട്. പലരും അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും അതിനെക്കുറിച്ച് എനിക്ക് പലരും വിളിക്കുമ്പോഴും അല്ലാതെ ഒക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഒരാഗ്രഹം വന്നു. ഞാൻ അതുകൊണ്ടാണ് ഇന്ന് അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ ഞാൻ പറയുന്നത് അധികം ലെങ്തി ആക്കാതെ കാര്യങ്ങളെ ഞാൻ വേഗത്തിൽ പറഞ്ഞു തീർക്കാം. മുട്ടുവേദനയാൽ ഞാൻ ഭാരപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലേ, ഓർത്തോയിലെ എല്ലാ ഡോക്ടേഴ്സിനെ ഓരോരോ ഹോസ്പിറ്റലിൽ പോയി മാറി മാറി ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അവസാനം തിരുവനന്തപുരത്ത് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ ചെന്ന് സർജറി ചെയ്യുവാൻ തീരുമാനിച്ചു. അവിടെ ചെന്ന് ലാസ്റ്റ് കണ്ട ഡോക്ടർ അവിടെയായിരുന്നു. അതുകൊണ്ടാണ് അവിടെ തീരുമാനിച്ചു എന്ന് പറഞ്ഞത്. അവിടുത്തെ ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞു, ഇന്നതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ, നിങ്ങൾ ഒരു ദിവസം മുൻപേ വന്ന് അഡ്മിറ്റ് ആകുക, അതിനുശേഷം 5 ദിവസം കൂടെ കിടക്കേണ്ടി വരും, സർജറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ നടത്തിക്കും എന്നൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു അതിശയം തോന്നി. പിറ്റേ ദിവസം മുതൽ നടത്തിക്കും, അതെങ്ങനെയാണ്? സർജറി കീറി വെച്ച് കാലിനും കൊണ്ട് നടക്കുന്നത് എങ്ങനെയെന്നൊക്കെ ചിന്തിച്ചു. എന്നാൽ എല്ലാം ശരിയാണ്. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ അതിവേദനയൊന്നും സഹിക്കേണ്ടി വന്നില്ലെന്ന് പറയാം. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ സർജറി, ഞാൻ അതിൻ്റെ ആദ്യം മുതലുള്ള ദിവസത്തെക്കുറിച്ച് ഞാൻ പറയാം. ഒരു ദിവസം 4 മണിക്ക് അവിടെ അഡ്മിറ്റ് ആകുന്നു. കഴിഞ്ഞ മാർച്ച് മാസം 21-ാം തീയതി അഡ്മിറ്റായി. അന്നേ ദിവസം ചില ടെസ്റ്റുകൾ മാത്രം ബ്ലഡിൻ്റേതൊക്കെ ചെയ്തുള്ളൂ. പിറ്റേ ദിവസം ഡോക്ടേഴ്സിനെ കാണുന്ന ദിവസമാണ്. 9 ഡോക്ടേഴ്സിനെ കണ്ടു. അവരുടെയൊക്കെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമായിരുന്നു. നമുക്ക് എല്ലാവിധ സെക്ഷനിൽ നിന്നും ചെന്ന് എല്ലാ ഡോക്ടേഴ്സിനെ കണ്ട്, ഹാർട്ടിൻ്റെ ഡോക്ടർ, ഗൈനക്കോളജി, സ്കിന്നിൻ്റെ ഡോക്ടർ, പല്ലിൻ്റെ ഡോക്ടറിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് വാങ്ങിച്ച് ചെയ്യേണ്ട വർക്കുകളൊക്കെ ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് പോയത്. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. പല്ലിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആക്കണം. കാരണം ഒരു ഇൻഫെക്ഷൻ അത് നിമിത്തം വരാൻ നമ്മുടെ ഉള്ളിലേക്ക്, പല്ലെന്ന് പറയുമ്പോൾ ഉമിനീര് നിമിത്തം ഉള്ളിലേക്ക് പോകുന്നത് കൊണ്ട് അതാണ് ആദ്യം ചെയ്യേണ്ട ക്രിയ. അപ്പോൾ നമ്മൾ പല്ലിൻ്റെ ഡോക്ടറെ കണ്ട് അതിനുശേഷം അവിടെ അഡ്മിറ്റായി. പിറ്റേ ദിവസം 9 ഡോക്ടേഴ്സിനെ കണ്ടു. അവരുടെ എല്ലാം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ദൈവകൃപയാൽ ഒരു കേടുമില്ലാത്ത ഒരു ശരീരം ദൈവം തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. എന്നാൽ മുട്ട് മാത്രമായിരുന്നു പ്രശ്നം. അങ്ങനെ പിറ്റേ ദിവസം അതിൻ്റെ അടുത്ത ദിവസം 23-ാം തീയതി സർജറി നടന്നു. രാവിലെ സർജറിക്ക് കയറ്റി. ഏതാണ്ട് ഒരു 1.25 മണിക്കൂർ മൊത്തത്തിലെടുത്തുള്ളൂ. 11 മണി കഴിഞ്ഞപ്പോൾ സർജറി കഴിഞ്ഞ്. എനിക്ക് മുമ്പേ വേറൊരു സർജറി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് രണ്ടാമത് ഞാനായിരുന്നു. അങ്ങനെ 11 മണി കഴിഞ്ഞപ്പോഴത്തേക്കും സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞ് അല്പസമയം അവിടെ കിടന്നു. അതിനുശേഷം നമ്മുടെ ഒബ്സർവേഷൻ അവിടേക്ക് കൊണ്ടുവന്നു. അവിടെ കിടന്നു. ആ സമയത്തൊക്കെ നല്ല വേദനയായിരുന്നു. വേദന എടുക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ നേഴ്സസ് അടുക്ക വരികയും എനിക്ക് എന്താ പറഞ്ഞ് ഇതിൽ കൂടി മെഡിസിൻ നമ്മൾക്ക് ഇട്ടിരിക്കുന്നതായ എപ്പിഡൂറിയൽ, അതിൽ കൂടി ഈ ഭാഗത്ത് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കും. താഴെ ഈ നടുവിൻ്റെ ഭാഗത്തോടുകൂടി നമുക്ക് അര തൊട്ട് താഴോട്ടുള്ള ഭാഗത്തെ അനസ്തീഷ്യയാണ് തരുന്നത്. ജനറലായിട്ട് അനസ്തീഷ്യ തരുന്നില്ല. അത് കാർഡിയോളജിയെയൊക്കെ അഫക്റ്റ് ചെയ്യാമെന്നുള്ളത് കൊണ്ടാണെന്ന് പറയുന്നു. ഓക്കെ, എന്തായാലും അനസ്തീഷ്യ തന്നു. ഈ ചെയ്തതൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നാൽ പിറ്റേ ദിവസം വേദന അല്പമായിട്ടൊക്കെ അറിഞ്ഞു തുടങ്ങി. നമ്മുടെ ശരീരത്തിൻ്റെ ആ മുറിവിൻ്റെയൊക്കെ വേദന അറിഞ്ഞു തുടങ്ങി. അവരതിനുള്ളതായ പെയിൻ കില്ലറൊക്കെ തന്നു. ഇത്ര മണിക്കൂർ ഇടവിട്ടെന്നുണ്ട്. ആ മണിക്കൂറൊക്കെ കഴിഞ്ഞു. എന്നാൽ അന്ന് സർജറി കഴിഞ്ഞ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും നമുക്ക് കത്തീറ്റർ ഇട്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ എണ്ണീച്ച് പോയി യൂറിൻ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസം വൈകിട്ട്, അതായത് 23-24-ാം തീയതി വൈകിട്ടായപ്പോഴത്തേന് വാർഡിലേക്ക് കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നതിന് ശേഷം ഈ കത്തീറ്റർ മാറ്റി. മുറിവൊക്കെ അവർ നോക്കി കുഴപ്പമില്ലാത്ത രീതിയിലാണെന്ന് കണ്ടതിന് ശേഷം ഡോക്ടേഴ്സൊക്കെ ഓരോ ദിവസവും പല പ്രാവശ്യം കടന്നു വന്നു. ജൂനിയർ ഡോക്ടേഴ്സ് പലരുണ്ട്. അവരെല്ലാം കടന്നു വന്ന് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. നമ്മുടെ സർജറി കഴിഞ്ഞ് ഈ കത്തീറ്റർ മാറ്റിയതിന് ശേഷം ഇട്ടുകൊണ്ട് തന്നെ കത്തീറ്റർ കിടക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നടത്തിക്കും. ഫിസിയോതെറാപ്പിയുടെ ആ സെക്ഷനിൽ നിന്ന് ആൾ വന്ന്
2-3 പേര് വന്നിട്ട് നമ്മളെ വോക്കർ വെച്ച് നടത്തിക്കും. നടക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ആദ്യത്തെ ടെസ്റ്റ് അതാണ്. നടക്കാൻ പറ്റും, വേദന ഉണ്ടെങ്കിലും നടക്കാൻ പറ്റും. കാലിന് ഇച്ചിരി ഇച്ചിരൊക്കെ ഇറങ്ങാനും കട്ടിലേന്ന് താഴോട്ട് ഇറങ്ങാനും ഒക്കെ വേദനയാണെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മനസ്സിലായി. ചെയ്യും. അങ്ങനെ ചെയ്യണം. വേദനയുണ്ട്, ഇന്നത്തെ വേദന നാളെ കാണത്തില്ല, ശരിയാ. പിറ്റേ ദിവസം ആയപ്പോൾ ആ വേദനയ്ക്ക് കുറവ് വന്നു. പിന്നെ പെയിൻ കില്ലർ അങ്ങനെ അധികം ഉപയോഗിക്കേണ്ടി വന്നില്ല. അല്പം വേദനയൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് രാവിലെയും വൈകിട്ടുമായിട്ടൊക്കെ 1-2 പ്രാവശ്യം തന്നു. അങ്ങനെ 5 ദിവസം അവിടെ കിടന്നു. ഈ 5 ദിവസവും ഫിസിയോതെറാപ്പിയുടെ ആൾ വരികയും നമ്മെ നടത്തുകയും ചെയ്യും. നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നതൊക്കെ ഒരാളുടെ ഹെൽപ്പോട് കൂടി വോക്കർ പിടിച്ച് ടോയ്ലറ്റിൽ പോകണം, എങ്ങനെ ടോയ്ലറ്റിൽ ഇരിക്കണം, ഇതൊക്കെ നമ്മെ പഠിപ്പിച്ചു തരും. ഇതൊന്നും ഒരു വലിയ റിസ്ക് ആയിട്ടുള്ള കാര്യമല്ലെന്ന് ഇത് ചെയ്തതിന് ശേഷം മനസ്സിലായി. അങ്ങനെ 5 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. 17ാമത്തെ ദിവസം ചെന്ന് സ്റ്റിച്ച് എടുക്കണമായിരുന്നു. സ്റ്റിച്ച് ഒക്കെ സ്റ്റാപ്ലറായിരുന്നു. അത് 17ാമത്തെ ദിവസം ചെല്ലുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും മുറിവെന്നുള്ളത് ഓർത്ത് എനിക്കൊരു വലിയ ഭാരമുണ്ടായിരുന്നു. വലിയ മുറിവിൽ നിന്നാണോ ഈ സ്റ്റാപ്ലർ എടുക്കുന്നത്, എങ്ങനെയായിരിക്കും, ഇത് പഴുത്താണോ, എങ്ങനെ ഇരിക്കുമോ എന്നുള്ള വലിയൊരു ചിന്തയുണ്ടായിരുന്നു. എന്നാൽ അവിടെ ചെന്ന് സ്റ്റാപ്ലർ എടുക്കുമ്പോൾ ചെറുതായിട്ട് പറഞ്ഞതുപോലെ തന്നെ ജൂനിയർ ഡോക്ടറാണ് ഇതൊക്കെ ചെയ്തത്. എടുക്കുമ്പോൾ പറഞ്ഞു ചെറിയൊരു വേദനയെ കാണത്തുള്ളൂ. ആ പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു കുറുമ്പ് കടിക്കുന്ന വേദനയുള്ളായിരുന്നു. 10-30 സ്റ്റാപ്ലർ ഉണ്ടായിരുന്നു. അത് നല്ല ക്ലീനായിട്ട് അത്ര എണ്ണവും എടുത്തു. നിസ്സാര സമയമേ എടുത്തുള്ളൂ. എന്നിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു സോപ്പിട്ട് കഴുകുകയും കുളിക്കുകയും നനയ്ക്കുകയും മുറിവ് നനയ്ക്കുകയും ഒക്കെ ചെയ്യുക. എനിക്കൊരു അതിശയമായിരുന്നു. നമ്മൾ സാധാരണ മുറിവ് നനയ്ക്കാറില്ലല്ലോ. ഞാൻ പിന്നെയും ചോദിച്ചു, മുറിവിൽ വെള്ളം ഒഴിക്കാമോ, കുഴപ്പമില്ലേ? ഇത് മുറിവല്ലിപ്പോൾ, ഇപ്പോൾ അത് കരിഞ്ഞിരിക്കുകയല്ലേ, 17 ദിവസമായില്ലേ, നോക്കിക്കേന്ന് പറഞ്ഞു. ഞാൻ മുറിവേൽ നോക്കിയിരുന്നപ്പോൾ പറഞ്ഞു അതേ നോക്കി വ്യാകുലപ്പെടണ്ട, അതങ്ങ് കരിഞ്ഞോളൂ, സോപ്പിട്ടൊക്കെ കഴുകി ദിവസവും കുളിക്കുകയൊക്കെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ആ ഡോക്ടർ ബലപ്പെടുത്തി പറഞ്ഞതുപോലെ തന്നെ നല്ല എമ്പതയുള്ളൊരു ഡോക്ടർ കേട്ടോ, സത്യം പറയാമല്ലോ. ഡോക്ടർ ഹരീഷ് ചന്ദ്രൻ, നല്ല ഒരു കരുണയുള്ളൊരു ഡോക്ടർ. അതാണ് രോഗികൾക്ക് ആവശ്യം. അതാണ് നമ്മളോട് നല്ലതായിട്ട് ഇടപെടുന്ന ഒരു ഡോക്ടറെ. ജൂനിയർ ഡോക്ടേഴ്സും അവിടെ ഉള്ളവരും സ്റ്റാഫും, എനിക്ക് ഏറ്റവും എടുത്തു പറയാൻ തോന്നുന്നൊരു കാര്യം, അവിടെയുള്ള സ്റ്റാഫാവട്ടെ, ചെറിയ ജോലി ചെയ്യുന്നവർ, വലിയ ഏത് ജോലിയിൽപ്പെട്ടവരും ആ ഹോസ്പിറ്റലുള്ളവർ ഒന്നടങ്കം പൊളൈറ്റാണ്. നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആരെന്നോ എന്തെന്നോ ഉള്ളതല്ല, നമ്മളോട് ഇടപെടുന്ന രീതി എത്ര കാം ആൻഡ് ക്വയറ്റായിട്ട് അവർ നമ്മോട് സംസാരിക്കുന്നത്. അത് കാണുമ്പോഴേ നമ്മുടെ രോഗത്തിനും സകലത്തിനും ഒരു ആശ്വാസം വരും. ഡോക്ടറായാലും ജൂനിയർ ഡോക്ടേഴ്സ് ആയാലും നേഴ്സസ് ആയാലും എല്ലാം ഒന്നുപോലെ തന്നെ. എവിടെ ചെന്നാലും ലാബിൽ ചെന്നാലും അവർ പറയുന്ന വാക്കിന് അവർ നല്ലതായിട്ട് അവർ പറയുന്നു. അപ്പോഴേ നമുക്ക് ഇവർ നമ്മെ നോക്കിയാൽ ഞാൻ കുത്താൻ പോവുകയാണേ, ചെറിയൊരു വേദനയെ കാണത്തുള്ളൂ. അങ്ങനെയാണ് അവർ ഇഞ്ചക്ഷൻ തരുമ്പോഴും അല്ലാതെ തരുമ്പോഴും നമ്മുടെ ബ്ലഡ് എടുക്കുമ്പോഴും എല്ലാം അവരാ പറയുന്നത്, നമ്മളെ അധികം വേദനിപ്പിക്കലോ ഒക്കെ നീട്ടുന്നില്ല. അങ്ങനെ കഴിഞ്ഞു. ഞങ്ങൾ അത് കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം, നമ്മൾ നടന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഈ സർജറി കഴിഞ്ഞു, മുറിവ് ഏകദേശം ഉണങ്ങി, കാര്യമൊക്കെ ശരിയാണ്. നടന്ന് ജോലി ചെയ്യരുത്. നമുക്ക് നടക്കാം, ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ നടക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം. 15ാമത്തെ ദിവസം ഞാൻ എൻ്റെ വോക്കർ മടക്കി വെച്ചു. പിന്നെ വോക്കറിൻ്റെ ആവശ്യമില്ല. 15ന് മുമ്പേ തന്നെ എനിക്ക് നടക്കാമെന്നുള്ള രീതിയാണ്. പക്ഷേ വീട്ടുകാർ സമ്മതിക്കാഞ്ഞതുകൊണ്ട് 15 ദിവസം വരെ ഞാൻ വോക്കറിൻ്റെ ഹെൽപ്പോടെ, ചിലപ്പോൾ ആരും കാണാതെ വോക്കറില്ലാതെ ഞാൻ ബാത്റൂമിൽ പോയിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല, നന്നായിട്ട് നടന്നു പോകാമായിരുന്നു. 15ാമത്തെ ദിവസം നോക്കുമ്പോൾ നമുക്കൊരു വേദനയോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ എനിക്ക് നടക്കാമെന്ന് കണ്ട് ഞാൻ വോക്കർ മടക്കി വെച്ചു. 15 ദിവസം തൊട്ട് ഇന്ന് വരെയും ഞാൻ വോക്കർ ഉപയോഗിച്ചിട്ടില്ല. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു 43-44 ദിവസമായി. അങ്ങനെ മുറിവുകളൊക്കെ കരിഞ്ഞു. ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നിന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും, കിടക്കും, കൂടുതൽ സമയം കിടക്കും, ഇരിക്കും, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. നിൽക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാലിൽ നിന്ന് നമ്മൾ ചെയ്യരുതെന്ന് അവർ പ്രത്യേകം പറയും. ഒരു കാര്യം, കാലിൽ നിന്ന് നമ്മൾ ഊന്നി നിന്ന് ചെയ്യാൻ പാടില്ല, അത് നമുക്ക് വേദനയെടുക്കും, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ഇത്രയും ദിവസം കഴിഞ്ഞുകൂടി. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ഉണ്ട്. ഫിസിയോതെറാപ്പിക്ക് വേണ്ടി ഡോക്ടർ പറഞ്ഞു വിട്ടത്, ഡോക്ടറിൻ്റെ തന്നെ ഏറ്റവും പരിചയമുള്ള തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റ്. ആ മാഡം വളരെ നന്നായിട്ട് എടുക്കുന്നു. ചെങ്ങന്നൂരാണ് ഇപ്പോൾ ഫിസിയോതെറാപ്പി നടത്തുന്നത്. റിവൈവ് എന്നാണ് നമ്മുടെ റെയിൽവേ ക്രോസിങ്ങിന് അടുത്തായിട്ട് ഉള്ള ഒരു ഫിസിയോതെറാപ്പിയാണ്. ഏറ്റവും നല്ലൊരു ഫിസിയോതെറാപ്പിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഇൻറ്റിമേറ്റ് പോലെ നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു മാഡമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മളെ നന്നായി പരിചരിക്കുന്ന ഒരു മാഡമാണ്. ഡോക്ടർ ബിന്ദു എന്ന് പറയും.
അങ്ങനെ ഫിസിയോതെറാപ്പി ആഴ്ചയിൽ 2 ദിവസം അവിടെ പോയി ചെയ്തുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ ബാക്കിയുള്ള ദിവസങ്ങൾ ചെയ്യുന്നു, ഫിസിയോതെറാപ്പി ചെയ്യുന്നു. നടക്കുന്നതിന് ഇപ്പോൾ എന്തോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. നിൽക്കാതിരുന്നാൽ ഓക്കെയാണ്. ഒത്തിരി നേരം നിൽക്കുകയോ നിന്നുകൊണ്ടുള്ള ജോലികൾ എന്തെങ്കിലും ചെയ്യുകയോ നിന്ന് പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്താൽ കാലിന് വേദന എടുക്കും. ഡോക്ടർ പ്രത്യേകം പറഞ്ഞു 3 മാസം റെസ്റ്റ് എടുക്കണം. ഇനി 3 പറ്റിയില്ലെങ്കിൽ 2എങ്കിലും, ഞാൻ അറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് 2 മാസം മൊത്തം ബെഡിൽ കിടക്കുകയായിരുന്നു. ഞാൻ ഒരു ജോലിയും ചെയ്യാൻ പോയില്ല. ഇപ്പോൾ എനിക്ക് കാലിന് യാതൊരു വേദനയില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അതിന് ശേഷമാണ് ഞാനും ഇതിനു വേണ്ടി പോയത്. അങ്ങനെ യാതൊരു വേദനയുമില്ല, ബുദ്ധിമുട്ടുമില്ല. ഇത് സർജറി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് നമ്മളെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നുമില്ല. സർജറി ചെയ്യാൻ നാം മടിക്കേണ്ട. സർജറിയിൽ സർജറി അത് എന്താ പറയുക, ദൈവം അതിൽ നന്നായിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളും ഇതുവരെയും ഉള്ളത് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നന്നായിരുന്നു. ദൈവം ഇതുവരെയും നന്നായി സൂക്ഷിച്ചു. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഓരോ ദിവസവും ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വൻകൃപയ്ക്കായി നന്ദി പറയുന്നു. ഞാൻ വെളിപ്പാട് പുസ്തകത്തിൻ്റെ മെസ്സേജൊക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ്. എന്നാൽ ചില മാസങ്ങളായിട്ട് അത് നിന്നു പോയിരിക്കുന്നു. അതിന് വേദന കാരണം, സർജറി കാരണം, മക്കളൊക്കെ ലീവിന് വന്നു, അവരോടൊപ്പം ആയിരുന്നു. അങ്ങനെ പലവിധ കാരണങ്ങളാൽ എൻ്റെ വീഡിയോ ഒക്കെ നിന്നിരിക്കുകയാണ്. ഇനിയെല്ലാം സ്റ്റാർട്ട് ചെയ്യണം. ദൈവം അതിനൊക്കെ സഹായിക്കട്ടെ. സർജറിയെക്കുറിച്ച് ഭാരപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. സർജറി ഒരു വലിയ വിഷയമല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഭാരം വിചാരിക്കേണ്ട, വലിയൊരു റിസ്ക് ആണെന്ന് വിചാരിക്കേണ്ട. എല്ലാ കാര്യങ്ങളും അതിന് സർജറി ചെയ്യുന്നത് ഞാനത് വീഡിയോ കാണിക്കാൻ പറ്റുന്നില്ല, ഞാനതാണ് നോക്കിയത്. നമ്മുടെ ആ കാലിൻ്റെ മുട്ട് തൊട്ട് താഴോട്ടുള്ള ഭാഗമാണ് ആ സർജറി ചെയ്യുന്നത്. താഴോട്ടാണ് അതിൻ്റെ കീറൽ ഭാഗം കാണിച്ചത്. താഴോട്ടാണ് മുട്ടിനൊന്ന് ഇവിടുന്ന് താഴോട്ടാണ്. കാണാമല്ലോ, കാണാൻ തോന്നുന്നു. ഞാനത് വീഡിയോയിലൊന്ന് തൊട്ട് ഇച്ചിരി ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ടാണ്. ഇവിടുന്ന് ഇങ്ങനെ താഴോട്ടാണ് അതിൻ്റെ കീറൽ. പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ചിലർ ചോദിക്കും അത് ഇങ്ങോട്ടാണോ കീറുന്നത്, ഇങ്ങോട്ടാണോ കീറിയിരിക്കുന്നത് ചോദിക്കും. ഞാൻ അതിന് വേണ്ടിയാണ് പറഞ്ഞത്. നമ്മുടെ ഈ മുട്ട് മുകളിൽ നിന്ന് താഴോട്ടാണ് അത് സർജറി ചെയ്യുന്നത്. മുകളിൽ നിന്ന് താഴോട്ട് ഏകദേശം 10 നമ്മുടെ മുട്ട് കവർ ചെയ്യുന്ന ഭാഗമാണ് സർജറി ചെയ്യുന്നത്. കവർ ചെയ്ത് ഓപ്പൺ ചെയ്തിരിക്കും. പക്ഷേ നമ്മൾ യാതൊന്നും അറിയുകയില്ല. അതങ്ങനെ സംഭവം നടന്നതുപോലെ ഞാൻ പറഞ്ഞില്ലേ, 17-ാം ദിവസം ആയപ്പോഴത്തേനും മുറിവ് കംപ്ലീറ്റ് അത് ഏകദേശം പുറമേ മൊത്തവും കരിഞ്ഞിരുന്നു. ഏതാണ്ട് ഒരു 4-5 ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേന് കംപ്ലീറ്റ് ആ ഭാഗങ്ങളെല്ലാം അതിൻ്റെ തൊലി ഇളകാനും അതെല്ലാം നീറ്റായി കാണാൻ ഇടയായി തീർന്നു. ഇനി അകമാണ് കരിയേണ്ടത്. അകത്തെ പ്രവർത്തനങ്ങൾക്ക് നാം നന്നായി റെസ്റ്റ് എടുക്കണം. ഒരു പ്രസവം കഴിഞ്ഞതുപോലെ തന്നെയാണ് ഡോക്ടർ പറയുന്നത്. പ്രസവം കഴിഞ്ഞതുപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് സർജറിയെക്കുറിച്ച് പറയുവാനുള്ളത്. ആ സർജറി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവർ ഭയപ്പെട്ട് ഇതെന്താകുമെന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. വലിയ വേദനയോ കഠിനമായ കാര്യങ്ങളോ ഒന്നുമല്ല സർജറിയെ. പലരും എന്നോട് ചോദിച്ചു, എനിക്ക് ചെയ്യണമെന്ന് പേടിയുണ്ട്. ഒരമ്മച്ചിയെക്കുറിച്ച് പറഞ്ഞു, പേടിച്ചിട്ട് അവസാനം ഇപ്പം നടക്കാൻ വയ്യാത്ത സ്ഥിതിയായെന്ന് പറഞ്ഞു സർജറി ചെയ്യാൻ. ഞാൻ പറഞ്ഞു, അയ്യോ കഷ്ടം, ഇത്രയും ബുദ്ധിമുട്ട് അല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞ് മനസ്സിലേക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അമ്മച്ചിയുടെ പ്രായം ഒരു പരുവത്തിലെത്തി. ഇപ്പം നടക്കാൻ വയ്യ, വീൽ ചെയറിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ. ഈ മുട്ടിന് വേദനയ്ക്ക് അന്ന് സർജറി ചെയ്തിരുന്നെങ്കിൽ അത് ശരിയാകുമായിരുന്നു. ഞാൻ പലരെയും ഇതിലേക്ക് എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മുട്ടിന് വേദന ഉള്ളവരെ ഭാരപ്പെട്ട് സർജറിയുടെ കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് സർജറി ചെയ്യുകയല്ലാതെ വേറെ പരിഹാരമില്ല. 4th സ്റ്റേജ് കഴിഞ്ഞ് 5th നീങ്ങുകയാണ്. കാല് വളഞ്ഞു തുടങ്ങുക എന്ന് പറഞ്ഞാൽ 5th സ്റ്റേജിലേക്ക് പോകുന്നു. പിന്നെ സർജറി അല്ലാതെ വേറെ മാർഗ്ഗമില്ല. അതിന് വേറെ ഉപശാന്തി വേറെ ഒന്നുമില്ല. 4th സ്റ്റേജിന് മുമ്പാണ് PRP ഒക്കെ ചെയ്യാവുന്നത്. 4th സ്റ്റേജ് 3rd സ്റ്റേജൊക്കെ ആയിരിക്കുമ്പോൾ PRP ചെയ്യുകയോ, അതിനെ PRP എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് തന്നെ എടുത്ത് ക്ലോട്ടാക്കിയിട്ട് മുട്ടിനെയൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്യും. എനിക്കതും ചെയ്തതാണ്. എന്നാൽ അത് ഫലവത്തായില്ല. PRP 3 എണ്ണം ഒരു വലത്തെ കാലിൽ ചെയ്യാനിടയായി തീർന്നു. വലത്തെ കാലാണ് പ്രശ്നം. അതിൽ ചെയ്തു. എന്നാൽ
എനിക്കതിനൊരു മോചനം പിന്നെ കിട്ടാഞ്ഞത് കൊണ്ടാണ് ഞാൻ വീണ്ടും സർജറിക്ക് പോയത്. അപ്പോൾ PRP ചെയ്യാനുള്ള സമയമെന്ന് പറയുന്നത് 4th സ്റ്റേജിന് മുൻപെയാണ്. അന്നേരം അത് ഫലവത്തായി കിട്ടും. എന്നാൽ പലർക്കും ചെയ്തതായിട്ടും PRP ചെയ്തു നന്നായതായിട്ട് പറയുന്നുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ മറുപടി തരുന്നതായിരിക്കും. ആരും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെ എല്ലാവരും പോയി മുട്ട് സർജറി ചെയ്തുവെന്നല്ല ഞാൻ പറഞ്ഞത്. ചെയ്യാൻ ഈ 4th സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്ന വ്യക്തികൾ, 5th കടന്നവർ, കാല് വളഞ്ഞു തുടങ്ങിയവർ. എൻ്റെ കാലിനിപ്പം വളവ് ചെറുതായിട്ട് വളഞ്ഞു തുടങ്ങിയിരുന്നു, എന്നാലിപ്പോൾ സ്ട്രെയിറ്റ് കാലായി തീർന്നിരിക്കുന്നു. സർജറി കഴിഞ്ഞതോടുകൂടി സ്ട്രെയിറ്റ് കാലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളഞ്ഞതെല്ലാം മാറി. ഇപ്പോൾ അങ്ങനെ വളഞ്ഞ കാലുമായിട്ട് ബുദ്ധിമുട്ടി നടക്കുന്ന അനേകരെ ഞാൻ കാണാറുണ്ട്. ഞാൻ അവരെ ഓർത്തിട്ട് ആണ് ഞാൻ ഇങ്ങനെ ഓരോരുത്തരെയും അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ ഇത് വീഡിയോ ഇട്ടത്. ആർക്കെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം വന്നെങ്കിൽ അത്രയും ആകട്ടെ. എന്നെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ട് ചോദിക്കാം. ദൈവം സഹായിക്കട്ടെ.